നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നലെ വീഡിയോ അവസാനിപ്പിച്ച അതേ സ്ഥലത്ത് തന്നെ വീണ്ടും തുടങ്ങുകയാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ സമയം 10:30 മണി കഴിഞ്ഞു. ഇന്നും രാവിലെ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ മരിച്ചവർക്ക് എല്ലാവർക്കും ആദരാഞ്ജലികൾ നേരുന്നു. ഇന്ന് രാവിലെ തെരച്ചിൽ നടത്തി ഈ ഒരു സമയം വരെ ഏകദേശം 155 മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മൾ ഇന്നലെ തെരച്ചിൽ അവസാനിച്ചപ്പോൾ 135 ഇന്നത് 155 മാറിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ 20 മൃതശരീരം എങ്കിലും കിട്ടിയിട്ടുണ്ടാകണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും അതീവ ദുഃഖകരമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. മരണസംഖ്യ ഒത്തിരി അധികം ഉയരാനായിട്ട് തന്നെയാണ് സാധ്യത. ഇപ്പോൾ ഈ പ്രദേശമൊക്കെ നിങ്ങൾക്ക് കാണാം. ഇത് പുത്തുമലയിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇവിടുന്ന് ഇനി 2.5 കിലോമീറ്ററും കൂടെ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ 2.5 കിലോമീറ്ററും കൂടെ മുന്നോട്ട് പോകാനുണ്ട്. ഏതായാലും നമ്മളിനി ആ ഒരു സ്ഥലത്തേക്ക് വീണ്ടും പോവുകയാണ്. നമ്മൾ ഈ വരുന്നിടത്ത് ഇവിടെ ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഇവിടം വരെ വണ്ടികളൊക്കെ വിടുന്നുള്ളൂ, പ്രൈവറ്റ് വണ്ടികൾ. ഇപ്പുറത്തോട്ട് രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസും മറ്റു വാഹനങ്ങളും മാത്രമേ കടത്തി വിടുന്നുള്ളൂ. അവിടെ എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ തിരയുന്നതിൻ്റെ ശബ്ദം ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാകാം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഒത്തിരി അധികം പ്രവർത്തകർ ഇവിടെ തെരച്ചിലിൽ ഏർപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഇതൊക്കെ ഇന്നലെ ഉരുളുപൊട്ടി പോകുന്ന ആ പ്രദേശത്തിൻ്റെ താഴെ ഭാഗങ്ങളാട്ടോ. വളരെ ഭീകരാവസ്ഥ തന്നെയാണ് ഇവിടെയൊക്കെ. താഴെ ഭാഗത്തേക്ക് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ ഞാൻ താഴെ ഇറങ്ങി വന്നപ്പോൾ ഇവിടെ വീടിൻ്റെ മുമ്പിലൊക്കെ കാണുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. വളരെ ഭീകരമായ അവസ്ഥയാട്ടോ. അതുപോലെ തന്നെ ഈ പറമ്പിലെ കാപ്പിത്തോട്ടങ്ങളൊക്കെ നമുക്ക് കാണാം. മുഴുവൻ മൂടിപ്പോയി കേട്ടോ, മണ്ണ് വന്ന്. അവിടെ ഒരു വീട് ഇടിഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. മൊത്തത്തിൽ ഇതുണ്ടോ, തൊട്ടിപ്പറയും ഇതുപോലെ തന്നെ ഒരു വീട് നാശകോശമായി പോയിട്ടുണ്ട്. കുറച്ചുകൂടെ അപ്പുറത്തോട്ടൊന്ന് മാറി നോക്കാം. നമുക്ക് ഈ വീടിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഈ വീട് നിങ്ങൾ കണ്ടോ, വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. കിണറൊക്കെ മൂടിപ്പോയ അവസ്ഥയിലാണുള്ളത്. ഈ വീടിനൊന്നും പറ്റിയില്ല, പക്ഷേ ഇതിൻ്റെ ചുറ്റുമുള്ള വീടുകൾ കംപ്ലീറ്റ് പോയി കേട്ടോ. അതുപോലെ ഈ വീടിൻ്റെയും ഈ ഭാഗത്തൊക്കെ വെള്ളം കയറി പോയിട്ടുണ്ട്. ഈ വീട്ടിൽ മാത്രമേ അധികം കയറാതെ രക്ഷപ്പെട്ടുള്ളൂ. അതായത് ഇപ്പം നമ്മൾ ഈ പുഴ നിൽക്കുന്ന ആ ഒരു ലെവൽ കണ്ടോ, അവിടെ നിന്ന് ഒഴുകി വെള്ളം ഇതാ ഈ വീടിൻ്റെ മുകളിൽ വരെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വളരെ ഭീകരാവസ്ഥ തന്നെയാണ് കേട്ടോ. നിരവധി വീടുകളാണ് ഇവിടെ കിടക്കുന്നത്. നമ്മൾ ഇന്നലെ കണ്ട ചൂരൽമല ടൗൺ ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു പ്രദേശം മുഴുവൻ പോയി കേട്ടോ. ഞാനിപ്പോൾ ഈ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും ഏത് നിമിഷവും നമ്മുടെ മുമ്പിലും ഒരാളുടെ മൃതദേഹം കാണാനുള്ള സാധ്യത വിദൂരമൊന്നുമില്ല. കാരണം ആർക്കും അറിയില്ല എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഒക്കെ ഉള്ളതും ബോഡിയൊക്കെ ഉള്ളതെന്നൊന്നും ആർക്കും അറിയത്തില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. പുഴ ഇങ്ങനെ വളഞ്ഞൊഴുകി വരുന്ന പുഴയാണ്. പക്ഷേ അത്ര സ്പീഡിൽ പുഴ ഉരുള് പൊട്ടി അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്നപ്പോൾ ക്രോസായിട്ട് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തല്ലോ. വീടുകളൊക്കെ കിടക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോഴും ഇവിടെ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. ആൾക്കാരും മൃതദേഹങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ജീവനെങ്കിലും ആരെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയാനായിട്ട്, ജീവനോടെ ആരെങ്കിലും കിട്ടുമോ എന്നൊക്കെ അറിയാനായിട്ട് ഇവിടെ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മൃതദേഹങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സെർച്ചിങ്ങാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വോളണ്ടിയർമാർ സെർച്ച് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ എത്രത്തോളം ചെളി ഉണ്ടെന്നുള്ളത് ആ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. താന്ന് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം ഒരു അപകടം പതിയിരിക്കുന്ന രീതിയിലുള്ളൊരു സ്ഥലമാണിത്. കാല് താന്ന് പോയി ഒരുപക്ഷെ അതിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യത പോലും ഉണ്ട്. അത്രത്തോളം റിസ്ക് എടുത്താണ് ഇവിടെയുള്ള വോളണ്ടിയർമാരൊക്കെ ഈ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇവിടെയൊക്കെ നമുക്ക് വീടുകൾ കാണാം. ഈ വീടുകളുടെയൊക്കെ പുറകെ കൂടെയാണ് ഈ സംഭവം
പോയിരിക്കുന്നത്. നമുക്കിവിടെ ഈ വീടൊക്കെ കാണാം കേട്ടോ. വീടിൻ്റെ മുൻവശം കിടക്കുന്നുണ്ട്. കാറൊക്കെ മൊത്തം ചെളി മുങ്ങിയ രീതിയിലാണുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ തരിപ്പണമായ പോലെ ആയിട്ടോ, മൊത്തം മണ്ണ് കയറി അടിഞ്ഞു കിടക്കുവാണ്. വലിയ രീതിയിൽ സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കുറേ മൃതദേഹങ്ങൾ ഈ ഭാഗത്ത് നിന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് ഒത്തിരി തെരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ ഒരു സാഹചര്യം. നിങ്ങൾക്ക് ആ ദൂരെയൊക്കെ കാണാം വീടുകളൊക്കെ കിടക്കുന്ന കാഴ്ച. ദയനീയമായിട്ടുള്ള കാഴ്ച തന്നെയാണ് കേട്ടോ. താറുമാറായാണ് കിടക്കുന്നത്. പ്രദേശം മൊത്തം പോയി കേട്ടോ. ഇവിടെ ഒരു സ്കൂട്ടിയൊക്കെ കിടക്കുന്ന നമുക്ക് കാണാം. മുകളിലത്തെ പോലെ തന്നെ ആംബുലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ബോഡികളൊക്കെ കൊണ്ടുപോകാനായിട്ടാണ് ഇവിടെ ആംബുലൻസ് സജ്ജമാക്കി നിർത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒത്തിരി വീടുകളുണ്ട് കേട്ടോ. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നിരവധി ആൾക്കാരാണ് സന്നദ്ധ പ്രവർത്തനമായിട്ട് ഇവിടെ വോളണ്ടിയേഴ്സായിട്ടൊക്കെ വന്നിരിക്കുന്നത്. അവരൊക്കെ ഇവിടെ തെരച്ചിലിനായിട്ട് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഇല്ലാന്ന് അവിടെ വെള്ളം കയറിക്കണോ? ഞാൻ ഈ വഴി അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് പൂര ചെയ്തേ. ഒരു പട്ടിയുടെ മൃതദേഹമായിട്ട് അവിടെ കൂട്ടിൽ ഒറ്റപ്പെട്ട് കിടന്ന ഒരു പട്ടിയാണ്. ഇപ്പോൾ കാണുന്ന ഒരു ബോഡിയുമായിട്ട് അവിടെ നിന്ന് ജീപ്പ് വരുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടത് മൃതദേഹവുമായിട്ട് ജീപ്പ് പുഴ മുറിച്ച് കടന്നു വന്ന് ആംബുലൻസിലേക്ക് ബോഡി കയറ്റുന്ന ഒരു രംഗമാണ്. നമ്മളവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ സൈന്യത്തിൻ്റെ ട്രക്കൊക്കെ നമുക്ക് ഇവിടെ കിടക്കുന്നതായിട്ട് കാണാം. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഗവർണറാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗവർണറുടെ സംഭവസ്ഥലം സന്ദർശിക്കാനായിട്ട് വന്നതാണ്. ഇത് നമ്മൾ ഇന്നലെ കണ്ട ആ ഒരു പ്രദേശം തന്നെയാണ്. ജീപ്പ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. റെസ്ക്യൂ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. മൃതദേഹങ്ങൾ വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമുക്കിവിടെ കാണാം ഈ മൺകൂനയൊന്നും ഈ പ്രദേശത്തുള്ള ഒരു സംഭവമല്ല. ആ വീടിൻ്റെ ഒരു ഇപ്പോൾ സിറ്റ് ഔട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെയും താഴെയുള്ള ലെവലിലാണ് ശരിക്കും പറഞ്ഞാൽ മണ്ണ് കിടക്കുന്നത്. ഇത്രയും മണ്ണ് ശരിക്കും പറഞ്ഞാൽ മുകളിൽ നിന്ന് ഒലിച്ചു വന്ന മണ്ണാണ്. ദൃശ്യങ്ങളിൽ കാണാം നിരവധി വാഹനങ്ങളാട്ടോ നശിച്ച് കിടക്കുന്നത്. ഒത്തിരി വാഹനങ്ങൾ ഇവിടെ നശിച്ചു പോയിട്ടുണ്ട്. വീടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒരു ഹിറ്റാച്ചി ഇവിടെ തിരയുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറം നമുക്ക് കുറേ അധികം കാറുകൾ കിടക്കുന്നത് നമുക്ക് കാണാം. ഒത്തിരി വണ്ടികൾ ഈ പ്രദേശത്ത് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ടോ ഈ വീടിൻ്റെ ഒരു രീതിയാണ്. ഈ വീടിൻ്റെ രണ്ടാം നിലയാണ് കേട്ടോ. ആദ്യത്തെ നില ഇതിൻ്റെ അടിയിലാണ്, ഇത് രണ്ടാം നിലയാണ്. അപ്പോൾ
ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ടിരിക്കുന്ന സൈനികർക്കും മറ്റ് വോളണ്ടിയർമാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളിവിടെ കാണാം താൽക്കാലിക ബ്രിഡ്ജ് പണിയുന്ന ഒരു കാഴ്ചയാട്ടെ നമ്മൾ കാണുന്നത്. അവിടെ ഒത്തിരി ആൾക്കാരെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോഴും റോപ്പ് വഴിയാണ്, കയർ വഴി തന്നെയാണ് ആൾക്കാരെ ഇപ്പുറത്തോട്ട് എത്തിക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ പോകാനായിട്ടൊരു ചെറിയൊരു മാർഗ്ഗം അവരാക്കിയിട്ടുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ തന്നെ ഈ പാലത്തിൻ്റെ പണി പൂർത്തിയാകും എന്ന് തന്നെയാണ് നമുക്ക് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിരുന്നു ആ പാലം ഉണ്ടായിരുന്നത്. അതായത് ഈ പാലം നിൽക്കുന്ന ഈ ഒരു പ്രദേശം മുതൽ ഏകദേശം നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു മണ്ണിടിഞ്ഞ് കിടക്കുന്ന ആ പാലത്തിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം നമുക്ക് അവിടെ കാണാം. അതിൻ്റെ കോൺക്രീറ്റിൻ്റെ ഒരു പീസ് നമുക്ക് അവിടെ കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്ന ആ ജീപ്പ് കിടക്കുന്ന ആ ഒരു സൈഡ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ നിന്ന് താഴേക്കൊരു റോഡുണ്ടായിരുന്നു. ആ റോഡേ നേരെ പോയാൽ നമുക്ക് അട്ടമല എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തുന്നത്. ആ റോഡ് അങ്ങനെ ആ വഴിയാണ് നമുക്ക് ആ റോഡിലൊരു അംശമൊക്കെ കാണാം. അവിടെ ഒരു KSRTC ബസ് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാം. ആ ബസ് അവിടെ തന്നെയാണ് സ്ഥിരമായിട്ട് നിർത്തിയിരുന്നത്. ഇവിടെ ഒരു ഈ തേയിലയുടെ ഷെഡൊക്കെയാണ്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്രമൊക്കെ പൂർണ്ണമായിട്ടും പോയി. ഇവിടെയായിരുന്നു ആ ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ ഇന്നലെ കണ്ട ആ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ JCB ഉപയോഗിച്ച് മൃതശരീരങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു പ്രദേശമാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഓൾമോസ്റ്റ് തിരഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തിരച്ചിൽ അങ്ങ് ദൂരേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പുഴയുടെ ഏറ്റവും മുകൾവശത്താണ് മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്നാണ് ഇത്രയും വലിയ ഉരുളുപൊട്ടൽ പാഞ്ഞു വന്നത്. ഈ സ്കൂളിൻ്റെ കെട്ടിടം കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇന്നലെ ഒന്നും നമുക്ക് ഈ ഭാഗത്തേക്ക് വരാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. മൊത്തം തകർന്നു പോയിട്ടോ. ഈ ഒരു ലെവലിൽ വെള്ളം വന്നിട്ടുണ്ട്. മുകളിൽ നിന്ന് അതിൻ്റെ മുകളിലൊക്കെ വന്ന് വെള്ളം അടിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് ചെളിയുടെ പാടുകളൊക്കെ കാണും. ആ ഹൈറ്റിൽ വെള്ളം വരണമെങ്കിൽ അപ്പോൾ എത്ര ഫോഴ്സിലായിരിക്കും വെള്ളം ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുകയെന്ന് ഇപ്പം നമുക്ക് ഇവിടെ കാണുമ്പോൾ ചെറിയ തോതിൽ ആ പുഴയുടെ നടുഭാഗത്തോടെ മാത്രമേ വെള്ളം ഉള്ളൂ. പക്ഷേ ഇത്രയും വലിയൊരു സ്ഥിതിയാണ് ഇവിടെ നടന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ആ ബിൽഡിങ്ങിൻ്റെ തറ മാത്രമേ കാണാനുള്ളൂ, മറ്റൊന്നും കാണുന്നില്ല. കംപ്ലീറ്റ് പോയി കേട്ടോ. അവിടെ ദൂരെ ഒരു കാറ് കിടക്കുന്ന നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ ഒരു കാറ് കിടക്കുന്ന കാണാം. ഇവിടെ JCB വെച്ച് അല്ലെങ്കിൽ ഹിറ്റാച്ചി വെച്ച് തെരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഭാഗമൊക്കെ നിങ്ങൾക്ക് കാണാം. വീടുകളൊക്കെ ഒന്നും തന്നെ കാണാനായിട്ടില്ല ഇവിടെ. അതുപോലെ തന്നെ നമുക്ക് മുകളിൽ ഈ വീടിൻ്റെ മുറ്റത്തും നമുക്കൊരു ജീപ്പ് കിടക്കുന്ന കാണാം. 2 ജീപ്പ് ഈ മുറ്റത്ത് കിടന്ന ജീപ്പ് അപ്പുറ സൈഡിൽ അവിടെ ഒരു മൂലയ്ക്കാക്കി വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഫോഴ്സിലാണ് വെള്ളം പോയത്. അതേപോലെ തന്നെ ഈ ഒരു പ്രദേശം നമുക്ക് കാണാം. ഇവിടെയൊക്കെ വാഷ് ഔട്ടായി പോയിട്ട് കംപ്ലീറ്റ്. ഇവിടെ ഒരു പെര ഉണ്ടായിരുന്നു. ആ പെരയുടെ തറ മാത്രമേ നമുക്ക് ഇവിടെ കാണാനുള്ളൂ. ആ പെരയുടെ മുകളിൽ വിരിച്ചിട്ടിരുന്ന അഴയൊക്കെ നമുക്ക് കാണാം. അഴയൊന്നുമില്ല, അഴയും കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ അവിടെ ആ പ്രദേശത്ത്. ഈ വീടിൻ്റെ ഉള്ളിൽ നമുക്കൊരു ജീപ്പ് കിടക്കുന്നത് നമുക്ക് കാണാം. ഈ ജീപ്പ് കിടക്കുന്നുണ്ട്. ജീപ്പ് അതിൻ്റെ ഉള്ളിൽ വീടിൻ്റെ പെരയ്ക്കകത്ത് കയറിപ്പോയി കേട്ടോ. ഈ ഒരു ഭാഗം ഇല്ല കേട്ടോ. ഇവിടെയൊക്കെ വീടുകൾ ഉണ്ടായിരുന്നതാണ്. ആ വീടുകളുടെയൊക്കെ തറ മാത്രമേ നമുക്കിവിടെ കാണാനായിട്ടുള്ളൂ. ആ വീട് ഇവിടെയുള്ള ഒന്നും നമുക്കിപ്പോൾ കാണാനില്ല. ഇവിടെയും ഒരു വീട് ഇതേപോലെ നശിച്ച് പോയിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള വീടുകൾ കംപ്ലീറ്റ് തീർന്നു കേട്ടോ. ഒന്നുമില്ല അതിൻ്റെ അകത്ത്. ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു കോൺക്രീറ്റ് തൂണൊക്കെ നിൽക്കുന്നത് നിങ്ങൾ കണ്ടോ. വളരെ ഭീകരമായ ഒരു സീൻ തന്നെയാണത്. കോൺക്രീറ്റ് തൂൺ കംപ്ലീറ്റ് നശിച്ചു പോയിട്ടുണ്ട്. ഉണ്ടല്ലോ, പൊട്ടി അതിൻ്റെ കമ്പിയൊക്കെ കാണുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ആ വീടിൻ്റെ മുകളിൽ നമുക്ക് കാണാം ചെടിയൊക്കെ ഇലയൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഭീകരമായ സിറ്റുവേഷനാണ്. ഉണ്ടോ, ഈ വീടിൻ്റെ പുറവശത്തോടെയും ഉരുളുപൊട്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിൽ കൂടെ 2 വശത്തോടെയും വന്ന് ഈ വീട് മാത്രം ഇങ്ങനെ വീടിൻ്റെ സ്ട്രക്ചർ മാത്രമായിട്ട് ബാക്കിയായി. ഇവിടെ നമുക്കൊരു വെള്ളിമൂങ്ങ ഓട്ടോറിക്ഷ കിടക്കുന്നത് നമുക്ക് കാണാം. മൊത്തം നശിച്ച് പോയി കേട്ടോ. മൊത്തം നശിച്ചു പോയി. അത് ഒന്നും ബാക്കിയില്ല. ഇത്ര രീതിയിലായിപ്പോയി.
വളരെ ഭീകരമായ സിറ്റുവേഷൻ തന്നെ കേട്ടോ. ഇവിടെയൊക്കെ അനവധി വീടുകളാണ് നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു കാറ് കിടക്കുന്നുണ്ടോ, എത്രത്തോളം കാറുകളാണ് ഇവിടെ നശിച്ചു പോയിരിക്കുന്നത്. കാറുകൾ മാത്രമല്ല, മനുഷ്യരും. ഒരു മൊത്തം തുളഞ്ഞു പോയിട്ടായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വെള്ളം പോയിരുന്നത്. വലിയ പാറക്കൂട്ടങ്ങളാണ് ഇവിടെ വന്ന് കയറിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ഒരു സൈഡ് നോക്കിക്കുക, ഈ വീടിൻ്റെ ഒരു വശമില്ല കേട്ടോ. അത്ര ഭീകരമായിരിക്കുകയാണ് സിറ്റുവേഷൻ. ഈ വീടിൻ്റെ ഒരു സൈഡ് കാണാനില്ല കേട്ടോ. വലിയ പാറക്കൂട്ടങ്ങൾ, ഈ കിടക്കുന്ന പോലത്തെ വലിയ പാറക്കൂട്ടങ്ങളാണ് വന്ന് ഇടിച്ച് ഈ ഒരു വീടൊക്കെ നശിച്ച് അതിൻ്റെ കോൺക്രീറ്റൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാം. മൊത്തം തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുവാണെങ്കിൽ ഈ ഭാഗത്ത് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീട് കാണാനേ ഇല്ല. ഈ വീട് ഈ പ്രദേശത്തില്ല കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വീടിൻ്റെ കോൺക്രീറ്റിൻ്റെ മുകളിലാട്ടോ. ഒരു വീടിൻ്റെ കോൺക്രീറ്റ് ഈ ഭാഗത്തുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമേ കാണാനുള്ളൂ കേട്ടോ. കംപ്ലീറ്റ് വീടുകളും ഈ ഭാഗത്ത് പോയി. റോഡുണ്ടായിരുന്നാണ്, ഒരു റോഡ് ഈ വഴിക്കുണ്ടായിരുന്നു. ആ റോഡിൻ്റെ ഈ അവസ്ഥ ഞാനിപ്പോൾ റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. തന്നെ നമുക്കിവിടെ ഒരു കാറ് കിടക്കുന്നുണ്ടോ, കാറ് തീർന്നു പോയി കേട്ടോ. ഒന്നുമില്ല, വളരെ ഭീകരമായ സിറ്റുവേഷൻ കേട്ടോ. അങ്ങോട്ട് നോക്കിയാൽ ഇത് മാത്രമേ നമുക്ക് കാണാനായിട്ടുള്ളൂ. അങ്ങ് ദൂരെ ഒരു നായ്ക്ക്, ഒരു പട്ടി എൻ്റെ യജമാനെ തപ്പി നടക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാം കേട്ടോ. അവിടെ കാറുകളും ബൈക്കുകളും ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. എല്ലാം നശിച്ചു പോയിരിക്കുകയാണ്, ഒന്നും ബാക്കിയില്ല കേട്ടോ. പട്ടികളെ ഉപയോഗിച്ച് ഡെഡ് ബോഡിക്കായിട്ടുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. പട്ടികൾ മണത്ത് ചെല്ലുന്ന സ്ഥലത്താണ് ഇവർ കുഴിച്ച് നോക്കുന്നതെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇവിടെ ഒരു വീട് മുഴുവനായിട്ട് തകർന്നു കിടക്കുകയാണ്. ഒരുപക്ഷെ ആ വീടിൻ്റെ നടിയിലൊക്കെ മൃതദേഹങ്ങളുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ദൂരേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്തോരം ഉണ്ടെന്നുള്ളത്. പ്രദേശം ഏക്കർ കണക്കിന് 2-3 കിലോമീറ്റർ ഇതേപോലെ പോയി കേട്ടോ. മുകളിൽ നിന്നാണ് വരുന്നത്. നമുക്ക് ഒത്തിരി മുകളിലേക്കൊന്നും പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മൊത്തം ഇതേപോലെ വലിയ കല്ലുകളാണ്. ഇവിടെ കാണാത്ത രീതിയിലുള്ള കല്ലുകളെല്ലാം കൂടെ ഉരുണ്ട് പോകുന്നതാണ്. ഒരു സ്കൂട്ടർ, ഒരു ബൈക്ക് കിടക്കുന്ന നമുക്ക് കാണാം. അതുപോലെ ഒത്തിരി സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട് കേട്ടോ. വീടിൻ്റെ കോൺക്രീറ്റാണ് ഈ തള്ളി മാറ്റുന്നത്. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, ഒന്നും കാണാനില്ല കേട്ടോ. ഇവിടെ വീടുണ്ടായിരുന്ന ആൾക്കാരുടെ ഡോക്യുമെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഒഴുകി വന്ന് കിടക്കുന്നതാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ കട്ടിലിൻ്റെ ഒരു പീസ് നമുക്ക് ഇവിടെ കിടക്കുന്നതാണ് കേട്ടോ. വീടിൻ്റെ ഭിത്തിയൊക്കെ തെറിച്ച് വന്ന് കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ കാണാം ഒരു വീട് ഇവിടെ നശിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ മുകളിൽ ഒരു പണി നടക്കുന്ന ഒരു വീടൊക്കെ ഉണ്ട്. ഒരു ജീവിതകാലത്ത് അധ്വാനം മുഴുവൻ എടുത്ത് ഒരു പക്ഷേ ആ വീട്ടുടമസ്ഥൻ പണിതുകൊണ്ടിരിക്കുന്ന വീടായിരിക്കും.
നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ ഈ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോയെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ അവിടെ നിന്ന് കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് മോളിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ കാണുന്നത് ഈ കാണുന്നൊരു വീടിൻ്റെ തറയാണ് കേട്ടോ. ഇതൊരു സ്റ്റെപ്പായിരുന്നു. നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറേണ്ട ആവശ്യമൊന്നുമില്ല, ആ രീതിയിലായി പോയി. തറ മാത്രമേ ഉള്ളൂ കേട്ടോ, ഒന്നും കാണാനില്ല, നാമാവിശേഷമായിപ്പോയി. ഇതൊരു ദുരന്ത കാഴ്ചയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഇവിടെ ഒരു വീടിൻ്റെ തറ നമുക്ക് കാണാം കേട്ടോ. അവിടെ എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ആ രീതിയിലായിപ്പോൾ ഇതാണ് ഇവിടുത്തെ ശരിക്കത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. വല്ലാത്തൊരു അവസ്ഥ തന്നെ കേട്ടോ. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അവിടുത്തെ ഒരു തേയില ഫാക്ടറിയാണ്. ആ തേയില ഫാക്ടറി ഇപ്പോൾ ഒറ്റപ്പെട്ട് നിലയിലാണുള്ളത്. പുഴ ഇങ്ങനെയാണ് ഒഴുകി വന്ന് വലിയ ഉരുളുപൊട്ടൽ അവിടുന്ന് പാഞ്ഞിങ്ങ് വന്ന് വരുന്ന ഒരു രംഗം നമ്മളൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഭീകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇവിടെ അരങ്ങേറിയതെന്നുള്ളത്. എൻ്റെ ഉടമസ്ഥനെ അന്വേഷിച്ച് നടക്കുന്ന വേറെ ഒരു പട്ടീനെ എനിക്കിവിടെ കാണാനായിട്ട് സാധിച്ചു. പല ആൾക്കാരും പട്ടിക്കൂടൊക്കെ തുറന്നു വിട്ടുകൊണ്ട് പട്ടികളൊക്കെ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ ഇവിടെ നമുക്കൊരു വീട് കാണാം. വീടിൻ്റെ അടുക്കള മാത്രമേ ബാക്കിയുള്ളൂ. ഒരു കാറ് അവിടെ ഷെഡിൽ കിടക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. ഒരു വീട്ടിലെ പാത്രങ്ങളും ജനാലയൊക്കെ കിടക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി ആ പാത്രത്തിൽ ഭക്ഷിക്കാനായിട്ട് ആളില്ല എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ദുഃഖം. കാണുന്നത് മുണ്ടക്കൈ എന്ന സ്ഥലമാണ്. അവിടെ നിന്നാണ് ആദ്യത്തെ പൊട്ടൽ പൊട്ടിയത്, ഒന്നാമത്തെ പൊട്ടൽ. ആ പൊട്ടലിൽ ഇങ്ങ് വന്ന് ഇവിടെ ഇത് രണ്ട് പുഴ കൂടിച്ചേരുന്ന സ്ഥലമാണ് നമ്മുടെ. ഈ രണ്ട് പുഴയും കൂടെ കൂടിച്ചേരുന്ന സ്ഥലത്തുനിന്ന് ഇവിടെ വന്ന് സാധനം ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ ബ്ലോക്കാക്കി. പിന്നെ രണ്ടാമത് പിന്നത്തെ പൊട്ടലിൽ അത് അതിശക്തമായ പൊട്ടലായി പോയി. ആ പൊട്ടലിലാണ് അത് കവർ ചെയ്ത് മൊത്തം പോകുന്നത്. ഇവിടെ ഇരുന്ന വീടുകളും സ്ഥലങ്ങളും ഈ കുന്നൊക്കെ പിന്നെ ഉണ്ടായതാണ്. അവിടെ സംഭവം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇതൊക്കെ നിറഞ്ഞ സ്ഥലമായിരുന്നു. ഒരു വലിയ വീതിയില്ലാത്തൊരു പുഴയായിരുന്നു. രണ്ട് പുഴയും കൂടെ കൂടിച്ചേർന്ന ഭാഗമുണ്ട്. പിന്നെ ഇപ്പോഴാണ് ഇത് മണ്ണെല്ലാം കൂടെ എടുത്ത് ഈ കോലത്തിലായി തീർന്നത്. റോഡായിരുന്നു. ഒരു 100 കുടുംബത്തിൻ്റെ മുകളിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കുടുംബത്തിന് മുകളിൽ ഈ ഒരു കിലോമീറ്റർ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ പരിധിയിൽ 100 കുടുംബത്തിൻ്റെ മുകളിലുണ്ടായിരുന്നു. അപ്പോൾ സംഗതി ഒറ്റ വീടില്ല, എല്ലാം തകർന്നു. ഈ കാണുന്ന അങ്ങോട്ട് നിന്ന് കാണിച്ചാൽ അവിടെ കണ്ടോ, ആ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? അവിടെയാണ് പുള്ളിയുടെ വീടുണ്ടായിരുന്നത്. അവിടെ നിന്ന് എൻ്റെ ചാച്ചൻ്റെ ചേട്ടൻ്റെ രണ്ടാമത്തെ മകൻ, ഭാര്യ, രണ്ടുപേരുമായിരുന്നു അവിടെ. അപ്പോൾ തൊട്ട വീട്ടിൽ 2 പേരെ ഉണ്ടായിരുന്നു. മക്കളൊക്കെ അങ്ങനെ പുറത്തല്ല, ഒരു കോടഞ്ചേരി ഭാഗത്തൊക്കെയാണ്. മോനുള്ളത് പിന്നെ ചുണ്ടയിലാണ്, ആ മിൽമേലാണ് ജോലി. അങ്ങനെ അവന് അങ്ങോട്ടുള്ളത്. അപ്പോൾ ഇവർ 2 പേരും ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തൊട്ടടുത്തൊരു കടക്കാരനുണ്ട്, കുഞ്ഞാണി എന്ന് പറഞ്ഞിട്ട്. ആ പുള്ളിക്കാരൻ ചെന്ന് പറഞ്ഞു, പിന്നെ ജോയിച്ചേട്ടാ ഇറങ്ങിക്കോ, വെള്ളം ഭയങ്കരമാണ്, ഇറങ്ങിക്കോളാൻ പറഞ്ഞപ്പോൾ പുള്ളി അത് കേൾക്കാണ്ട് അതൊന്നും കുഴപ്പമില്ല പറഞ്ഞ് വാതിലും കടച്ചതാണ്. പക്ഷെ അത് അവസാനം തടയായിപ്പോയി പുള്ളിയുടെ. അതിലങ്ങനെ മിസ്സായി, പിന്നെ തുറക്കാൻ പറ്റില്ല. അതങ്ങനെ വീട് മൊത്തം മറ്റവരെ വീടും പോയി, ഇവരെ വീടും പോയി. അവിടെ തറ മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല, എല്ലാം പോയി. മറ്റൊരു ക്യാമ്പിലേക്ക് പോയി. ബോഡി കിട്ടിയില്ല, മിസ്സിംഗ് ആണ്, ഇപ്പോഴും ഇല്ല. പലരും നിലമ്പൂരിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും പുള്ളിയുടെ ഇതുവരെയും കിട്ടിയിട്ടില്ല, വൈഫിൻ്റെയും കിട്ടിയിട്ടില്ല. ഞാനിവിടെ താമസിച്ചത്, ഇവിടുന്ന് 1 കിലോമീറ്റർ മുകളിലാണ് ഞാൻ താമസിച്ചത്. മുകളിൽ പിന്നെ അതിൻ്റെ മുകളിലേക്കുണ്ട്. പിന്നെ ഞാൻ താമസിച്ചതിൻ്റെ മുകളിലേക്കും ആൾക്കാരുണ്ട്. ഞാനും ഇല്ലല്ല, ഞാനിപ്പോൾ ഈ സംഭവം അറിഞ്ഞൊരു കേട്ട് ഞാനിങ്ങോട്ട് വന്നതാണ്. അത് നമ്മുടെ ചേട്ടായി ആണല്ലോ, എന്തെങ്കിലും ഒരു ഹിന്റ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ വരുന്നത്. മുണ്ടക്കൈ അത് കാണുന്നതാണ്, സൈഡ് അങ്ങോട്ടാണ്. ഇത് ഏലമല, ഇത് പടവെട്ടിക്കുന്ന് ഏലമല അങ്ങനെ പോയി. അതാണ് മുണ്ടക്കൈ. വെള്ളം കാണുന്നില്ലേ, അവിടെ നിന്നാണ് ഉത്ഭവം. അവിടെ 2 പ്രാവശ്യം പൊട്ടിയത്. ഇവിടെ സ്റ്റോർ ചെയ്തതാണ് സംഭവം. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അങ്ങോട്ട് മാറണം മുകളിലേക്ക്, അത്രേ ഉള്ളൂ. അതെയാണ്. ഇത് ബാക്കിയുള്ളവർക്ക് എവിടെയുള്ളേ? ബാക്കിയുള്ളവർക്ക് എവിടെയുള്ളടാ? എല്ലാം ദൈവം. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഞാനുള്ളത്. അതിൻ്റെ കാരണം ഞാൻ പറയാം. എനിക്കറിയാവുന്ന എൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന 2 പേരെ ഇവിടുന്ന് കാണാതായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉരുള് പൊട്ടി വന്ന ആ ഒരു സ്ഥലം കേട്ടോ കാരണം അങ്ങ് ദൂരെ നമുക്ക് കാണാം. പാഞ്ഞ് വന്നിട്ട് ആദ്യത്തെ ഒരു പ്രാവശ്യം വന്ന് ഇവിടെ നിന്ന് ബ്ലോക്കായി, രണ്ടാമത്തെ വന്ന്
ഇത് കവർ ചെയ്ത് പുതിയൊരു മല രൂപപ്പെട്ടതാണ് ഈ കാണുന്നത് കേട്ടോ. നമുക്കിവിടെ കാണാം പുതിയൊരു മല രൂപപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടാണ് താഴേക്ക് ഇതുമാതിരി പോക്ക് പോയത്. അതായത് നമുക്കിവിടെ കാണാം കേട്ടോ, ഈ ഒരു പ്രദേശം കുഴിഞ്ഞു പോയി. ഇത്ര വലിയ പാറകളാണ് ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് നമുക്ക് നോക്കിയാൽ കാണാം. ഈ പ്രദേശം കുഴിഞ്ഞു പോയി കേട്ടോ. അതുപോലെ മണ്ണാണ് ഇതിലെ ഇവിടുന്ന് പോയിരിക്കുന്നത്. അതുപോലെ പാറകളാണ് ഇവിടുന്ന് പാഞ്ഞൊഴുകി വന്നിരിക്കുന്നത്. വലിയ സിറ്റുവേഷൻ തന്നെയാണ്. ഈ പട്ടീനെ ഞാൻ ഇന്നലെ താഴെ വെച്ചും കണ്ടു. ആരെയോ തപ്പി നടക്കുന്ന ഒരു നായയാണിത്. അറിയത്തില്ല, പക്ഷേ പട്ടിക്കും സ്മെല്ല് കിട്ടുന്നുണ്ടാവും. ഈ ഒരു വീടാണെന്ന് തോന്നുന്നു. പട്ടി ഇവിടെ ചുറ്റിപ്പറ്റിക്ക് നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു തറ നമുക്ക് കാണാം. ഇവിടെ ഒരു വീടുണ്ടായിരുന്നതാണ്. വീട് ഇതിനടുത്തിപ്പോൾ ഒന്നും കാണാനില്ല കേട്ടോ. പട്ടിയുടെ ഒരവസ്ഥ വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. പട്ടി ഈ വീട്ടിൽ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്കറിയാവുന്ന ആൾക്കാരും ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്ത ആൾക്കാരൊക്കെ ആ ഭാഗത്തുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് തെന്നി വീണ കേട്ടോ. രക്ഷാപ്രവർത്തകർക്ക് ഇതുപോലെ തന്നെ പരിക്കുകളും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. ഭയങ്കര റിസ്ക് എടുത്ത് തന്നെയാണ് ഇവരൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഇതല്ല. എല്ലാവരും സ്വന്തം ജീവൻ റിസ്ക് എടുത്ത് തന്നെയാണ് ഇവിടെ ഈ സാഹസികമായിട്ടുള്ള ഈ ഒരു തെരച്ചിലൊക്കെ നടത്തുന്നത്. മുകളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞ് വന്ന് ആദ്യത്തെ റൗണ്ട്, ആ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ റൗണ്ട് മണ്ണിടിഞ്ഞ് വന്ന് ഇവിടെ ഇങ്ങനെ ബ്ലോക്കായി ഈ ഒരു പ്രദേശത്ത്. രണ്ടാമത്തെ ഉരുൾ പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ ആ ബ്ലോക്ക് ആയതും കൂടെ കൂട്ടിയിട്ട് ഓവർകം ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഒരൊറ്റ പോക്ക് താഴേക്ക് പോയി. അതാണ് ഇത്രയും വലിയ ഒരു ഉരുൾപൊട്ടലായി മാറിയത്. സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണവും വെള്ളവും ഒക്കെ ആയിട്ട് പോകുന്ന കേട്ടോ കാണുന്നത്. ഒത്തിരി ആൾക്കാർ സഹായിക്കാനായിട്ട് വരുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ ഇവിടെ വേണ്ട ആൾക്കാർക്ക് വേണ്ട ഫുഡൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണുന്നത് 3 വീടുകളുണ്ടായിരുന്ന സ്ഥലമാണ്. ഒന്നാമത്തെ വീടിൻ്റെ തറയാണിത്. രണ്ടാമത്തെ വീടിൻ്റെ തറ ഈ കാണുന്നു. അതിൻ്റെ തൊട്ടപ്പുറ കുഴിക്കകത്ത് മൂന്നാമത്തെ വീടും. അങ്ങനെ 3 വീടുകളുണ്ടായിരുന്നു. ആ വീടുകളൊന്നുമില്ല, തറ മാത്രമേ നമുക്കിവിടെ കാണാനായിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്കിവിടെ നോക്കിയാൽ കാണാം മരങ്ങളൊക്കെ ഒരു വശത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് തൊലിയൊക്കെ റിമൂവ് ആയിട്ട്, എന്താ പറയുക, ഇലകളൊന്നും ഇല്ലാതെ ഇങ്ങനെ എല്ലാം ഒരേ ഡയറക്ഷനിൽ നിൽക്കുന്നതാണ്. അത് അത്രയും ഫോഴ്സിൽ വെള്ളം ഒഴുകി പോയതുകൊണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ വീട്ടിലുള്ള വീട്ടിൽ നമ്മൾ ഈ വീട്ടിലൊക്കെ ചെളി തെറിച്ച് നിൽക്കുന്ന ഒരു രംഗമൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. വീടിൻ്റെ റൂഫിൽ വരെ എത്തിയിട്ടുണ്ട്. അത്രത്തോളം ഹൈറ്റിലാണ് ചെളി തെറിച്ച് പോയിരിക്കുന്നത്. ഒരു കോലമൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെളികളിൽ അടിച്ച് കയറി ഒന്നാണ്. അവിടെ ദൂരെയൊക്കെ രക്ഷാപ്രവർത്തകരെ നമുക്ക് കാണാനായിട്ട് പറ്റും. കുറേ ആൾക്കാരൊക്കെ മുകളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഇനിയും അവിടുന്ന് മുകളിലേക്ക് ഒത്തിരി ദൂരെ നിന്നാണ് ഈ സംഭവം തുടങ്ങിയിരിക്കുന്നത്. അവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നെന്ന് പറഞ്ഞ്. ഞാൻ ഈ കാണിക്കുന്ന പോലെ ഇതൊരു കാനയാണ്. റോഡിൻ്റെ സൈഡിലുണ്ടായിരുന്നൊരു കാനയാണ്. റോഡ് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിരുന്നു. കാന മാത്രം ഇപ്പോൾ ബാക്കിയുള്ളൂ. അതുപോലെ തന്നെ പുഴയിലെ വെള്ളവും നമുക്ക് കാണാം കലങ്ങി വരുന്നത്. അതുപോലെ വളരെ ഭീകരാന്തരീക്ഷമാട്ടോ ഇവിടെയൊക്കെ ഉള്ളത്. റോഡിൻ്റെ ഒരു കഷ്ണം മാത്രമായിട്ട് ബാക്കി നിൽക്കുന്ന ആട്ടെ കാണുന്നത്. ബാക്കി കംപ്ലീറ്റ് പോയി. റോഡുണ്ടായിരുന്നു എന്ന് പോലും മനസ്സിലാത്ത രീതിയിൽ കംപ്ലീറ്റ് പോയി.
ഇവിടെ കണ്ട നല്ലൊരു കാഴ്ച കേട്ടോ. വിശന്ന് അലിഞ്ഞ് കിടക്കുന്ന ഈ പട്ടിയുടെ ഉടമസ്ഥരൊക്കെ ഒരു വർഷം മരിച്ചു പോയിട്ടുണ്ടാകും. ആ പട്ടിക്ക് തീറ്റ കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോയാൽ ക്ലാസ്സിലിരിക്കും പെട്ടെന്ന് പോവുക. അപ്പുറം കുടുങ്ങി കിടക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് റെസ്ക്യൂ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആൾക്കാരൊക്കെ അവിടെ കുടുങ്ങി കിടക്കുന്ന ആൾക്കാരാട്ടോ. അവരെ ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോരുത്തരായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് ഈ കാണുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഇതാണ് ഇന്നിവിടെ ഞാൻ നേരിട്ടെത്തി ഇന്നത്തെ ദിവസം മുഴുവൻ ഇവിടെ കണ്ട കാഴ്ചകളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇത്രത്തോളം ദുഷ്കരമായിട്ട് തന്നെയാണ് ഇവിടുത്തെ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇന്ന് ഏകദേശം 200-നും മുകളിൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. കറക്റ്റ് ഒരു കണക്ക് നമുക്ക് ഈ ചാനലിലൂടെ TV-കളിലൂടെ കാണുന്നത് മാത്രമേ എനിക്കും അറിയാനായിട്ടുള്ള സ്കോപ്പുള്ളൂ. 200-ന് മുകളിൽ കണ്ടെടുത്തു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇനിയും 225 പേരെ കാണാനുണ്ട് എന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ വലിയ സംഖ്യയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്, ഒരു സംശയവും ഇല്ല. എനിക്ക് കുറേ കാലമായിട്ട് അറിയാവുന്ന, അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന 2 പേരെ, അതിലൊരാളുടെ ഫാമിലി മുഴുവനും, അതിൽ വേറെ ഒരാളെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളെയും കാണാതായിട്ടുണ്ട്. അവരുടെ ഫോട്ടോസ് 2 പേരുടെയും ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഒരാളുടെ പേര് സജിമോൻ എന്നും ഒരാളുടെ പേര് നാരായണൻ എന്നുമാണ്. ഞാൻ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ വളരെയധികം ദുഃഖത്തിലാണ്. കാരണം ഓരോ ബോഡി കിട്ടുമ്പോഴും അവരുടേതാണോ എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് ഞാൻ ഇതിനെയൊക്കെ കാണുന്നത്. ഏതായാലും വളരെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥയാണ്. നിങ്ങളിപ്പോൾ ആ സ്ഥലമൊക്കെ കണ്ടല്ലോ. വലിയ ഉരുളുപൊട്ടൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. അത് വിവരിച്ച് തരാൻ എനിക്കറിയത്തില്ല. അത്രത്തോളം ഭീകരമായ ഒരു കാഴ്ചയാണ് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒത്തിരി ആൾക്കാർ സഹായിക്കാനും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തുന്നുണ്ട്. അതൊക്കെ ഒത്തിരി ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒത്തിരി നന്ദി. അതേപോലെ തന്നെ വെള്ളമാണേലും എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ സഹായം ആയിട്ട് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അവരൊക്കെ ഇവിടെ കൃത്യമായിട്ട് ബുദ്ധിമുട്ടി ഇവിടെ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ അഭിമാനം തോന്നുന്നു. നമ്മുടെ മലയാളികളെ ഓർത്ത് അഭിമാനം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ മരിച്ചവരെ ഓർത്ത് വളരെയധികം ദുഃഖത്തിലുമാണ്. ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ നാളെ പറ്റുവാണെങ്കിൽ നാളത്തെ, അതായത് 3-ാം ദിവസത്തെ കാഴ്ചകളും നിങ്ങളെ കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കാണിക്കുന്നതായിരിക്കും.